ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. 3 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് എന്നും വീഡിയോസ് ഇടുന്ന ആളാണ്, അറിയാലോ. ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം എന്നും വീഡിയോസ് ഇടാറുണ്ട്, എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ഇടാറുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ എപ്പോഴും മുമ്പൊക്കെ നമ്മുടെ വ്ളോഗ്സിലൊക്കെ പറയാറുണ്ട്, നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങൾ മറച്ച് വെക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ പുതിയ ഹെർബൽസിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തപ്പോൾ മാഷാഅല്ലാ അൽഹംദുലില്ലാ നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു, നല്ല ഫീഡ്ബാക്ക്സ് തന്നെയായിരുന്നു എല്ലായിടത്തും കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും നമ്മുടെ മുമ്പത്തെ വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് നല്ലൊരു സന്തോഷം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ, വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല ഒരു സന്തോഷം പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ, ഇനിയും അതന്നെ അങ്ങനെ തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം വീഡിയോസ് ഇടാഞ്ഞത്. എന്തായാലും എന്താ പറയുക, അങ്ങനെ എത്ര പ്രശ്നമെന്ന് പറയാനില്ല. എന്നാലും നിങ്ങൾക്കറിയാലോ, ഇക്കാക്ക് മെയിൻ്റെനൻസ് സ്കീമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട്, മീൻസ് ഈ ഒരു ദിവസങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു സ്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എന്താ പറയുക, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ളവർക്ക് അറിയാൻ ഇക്കാൻ്റെത് കോളൻ ക്യാൻസർ സ്റ്റേജ് 4 ആണ്. അപ്പോൾ അതും ഞാൻ മുമ്പതൊക്കെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇനി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് ഇക്കാക്ക് എന്താ ഇപ്പോൾ അവസ്ഥ എന്നൊക്കെ. അൽഹംദുലില്ലാ കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബട്ട് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കീമോ നമ്മൾ മാറ്റേണ്ട ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഓക്കെ അല്ലാണ്ടായി മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ റീസെൻറ്റ് സ്കാനിൽ അത് മാറ്റാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത വേറെ ഓപ്ഷൻ നോക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും, ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാനാണെങ്കിലും മിക്കാണെങ്കിലും നമ്മൾ അസുഖം വന്നു, ഇനി നമ്മളതെന്താണ് ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് നോക്കാനുള്ളൂ. അല്ലാണ്ട് നമ്മളത് ആലോചിച്ചിരുന്നിട്ട് ടെൻഷൻ അടിക്കാൻ നിന്നാൽ നമ്മൾ ഒരു പണിയും നടക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കെപ്പോഴും പറയാനുള്ളത്, നമുക്ക് ടെൻഷൻ ഉണ്ടാവും എന്തായാലും, പക്ഷേ ടെൻഷൻ വെച്ച് നടന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇനി എന്താണെന്ന് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താണ് അത് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഉടൻ തന്നെ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ. അപ്പം ഇന്നലെ നമ്മൾ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിന് ശേഷം കൊടുക്കാമോ പോയതൊക്കെ. എന്തായാലും ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ വ്ളോഗിലോട്ട് കിടക്കാം. എന്നാൽ ചോറൊക്കെ റെഡിയാക്കി, ചോറ് ചെറുപയർ കറി, പിന്നെ എനിക്കിന്ന് വീഡിയോ എടുക്കാണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറയുകയാണെങ്കിലേ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷമുള്ളതാണ്. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബ്ലാങ്ക് മോഡിലാണ്. എനിക്ക് മീൻസ് ടെൻഷനില്ല, പക്ഷെ എന്താ നമുക്കൊരു വെപ്രാളം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ബ്ലാങ്ക് മോഡിലാണ് കേട്ടോ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരു മോഡിലാണ് ഇപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പോസ്റ്റും ഈ വീഡിയോ റെഡിയാക്കുന്നത് കേട്ടോ. ഇത് റോയൽ ഫോർഡിൻ്റെ പ്രൊഡക്റ്റാണ്. UAE ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. റോയൽ ഫോർഡിൻ്റെ പ്രൊഡക്ട്സ് കുക്ക് വെയർ സെറ്റാണ്. അതിപ്പോൾ നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ള വീഡിയോ കേട്ടോ. അപ്പം ഇതെവിടെ കിട്ടുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് കമൻ്റായിട്ട് കൊടുക്കാം, വേണ്ടവർക്ക് നോക്കാം, ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൊളാബറേഷൻസൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ ഓരോ മൂഡിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ ഡേറ്റിൽ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള പണികളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഗസ്റ്റ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ട് എനിക്ക് നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട ഒരു പണിയാണിത്. മീൻസ് അന്ന് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നെക്സ്റ്റ് ഡേ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ എന്താ പറയുക, വീഡിയോ എടുത്തു. പക്ഷേ ഇതെടുക്കുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഓക്കെ, ഞാനിപ്പം ഓക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് കുക്ക് വെയർ സെറ്റിൻ്റെയാണ് കേട്ടോ. ഇത്രയും കുക്ക് വെയർസ് ഉണ്ട് ഈ ഒരു സെറ്റിൽ. റോയൽ ഫോർഡിൻ്റെ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനമാണ്. റോയൽ ഫോർഡിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. UAE ഇതുവരേക്കും ഈ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ, നാട്ടിലവർക്കൊക്കെ അത് വാങ്ങിക്കാം. അപ്പോൾ ഞാനിതിൽ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ഒരു ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഫ്രൈഡ് റൈസ് കേട്ടോ.
അപ്പോൾ ചോറിൻ്റെ കൂടെ കറികൾ അവിടെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടോ അതിൻ്റെ ഇടയ്ക്ക്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് വിശന്നപ്പം 2 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ റെഡി ആയപ്പോഴേക്കും. മീൻസ് ഫുഡല്ല, വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും. അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുകയാണ്. വിശന്നിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തൽക്കാലാശ്വാസത്തിന് ഞാൻ ചോറും ചെറുപയർ കറിയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ദിവസം അങ്ങനെയൊക്കെ കഴിക്കാമല്ലോ. പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്ത് തീർക്കണമായിരുന്നു. ഈ വീഡിയോയും പിന്നെ എനിക്ക് 1-2 വീഡിയോസ് പെൻഡിങ് ഉണ്ട്. അതൊക്കെ കമ്പൽസറി ആയിട്ട് വേഗം ചെയ്യേണ്ട പണികളാണ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഉണ്ടല്ലോ, ചിലർ പറയും നിങ്ങൾക്ക് പ്രൊഡക്ട്സൊക്കെ കിട്ടുന്നില്ലേ, എന്താ സുഖമല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മളുടെ ഓരോ മൂഡിനനുസരിച്ച് നമുക്ക് ഇത് ആ വീഡിയോ എടുക്കൽ മാറ്റാൻ പറ്റില്ല. നമുക്കിനിയിപ്പോൾ അവിടെ ഗസ്റ്റ് വന്നാലും അവിടെ ഇനി ഫങ്ഷൻ ആണെങ്കിലും നമുക്ക് ഈ വീഡിയോസ് ആ കറക്റ്റ് സമയത്ത് പോകണം അല്ലേ. നമ്മളൊരു വീട്ടിലും മരണം നടന്നു, നമ്മൾ ബന്ധു ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചാൽ നമുക്കന്ന് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് അവരോട് പറയാൻ പറ്റില്ല. അവർക്ക് ആ കറക്റ്റ് സമയത്ത് അവരോട് പറയുമ്പോൾ അവരും പലരോടും റെസ്പോൺസിബിളാണ് അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരാളോടല്ല പല ആൾക്കാരോടും ഇതിൻ്റെ കാരണം പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അന്ന് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ എറണാകുളത്തേക്ക് പോകുന്ന ദിവസം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കണോ വേണ്ടെന്നോ ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു. പിന്നെ വിചാരിച്ചു ചില കാര്യങ്ങൾ നമ്മൾ പറയാണ്ടിരുന്നാലേ കാണുന്നവർ വിചാരിക്കും ഐഷ ഭയങ്കര ഹാപ്പി മോഡിലാണെന്നല്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ നമ്മുടെ ലൈഫ് പോകുന്നത്. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, മിക്സഡ് ആയിട്ടായിരിക്കും. അത് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിലാണ് നമ്മുടെ ആ ഒരു ഇത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ആരും സ്കൂളിൽ പോയിട്ടില്ല. ഇന്ന് സ്കൂളിലെ ദിവസമാണ്, മൺഡേ ആണ്. അപ്പം റീന് പിന്നെ ജോയിൻ ചെയ്തിട്ടില്ല കോളേജിൽ. റോസുനും റൂഹിക്കും ക്ലാസ് ഉണ്ടായിരുന്നു, രണ്ടാളും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇക്കാക്ക് എനിക്കൊന്ന് പറയുമ്പോൾ മക്കൾ ഓരോരുത്തർ നിർത്തി നമുക്കിതുപോലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. എല്ലാവരും കൂടി പോകുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ഇതങ്ങനെ മറന്നു പോകും. അങ്ങനെ നമുക്ക് ഉച്ചയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത്. എറണാകുളം മെഡിക്കൽ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അജു മാത്യു ഡോക്ടറെ കാണാനാണ്. നമ്മളിതിന് മുമ്പ് നമ്മൾ റിസൾട്ട് കിട്ടിയ പാട് ഇക്കാക്ക് കീമോ എടുത്തിട്ടുണ്ടായിരുന്നത് ആസ്റ്റമിംസ് കോട്ടക്കൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഷാഫി ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാഫി ഡോക്ടറും പറഞ്ഞു എല്ലാ ഡോക്ടേഴ്സിൻ്റെ നമുക്ക് സജഷൻസ് എടുക്കാം. കാലിക്കറ്റ് മിംസിൽ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതിൽ നമുക്കിത് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം കുറേ ഡോക്ടേഴ്സിന് സജഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ അജു മാത്യു ഡോക്ടറെ കാണാൻ പോവുകയാണ്. പിന്നെ നമ്മൾ മുംബൈയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് മുംബൈയിൽ നമ്മൾ ഹൈപ്പൊക്കെ ചെയ്തിട്ടുള്ള ഡോക്ടറിൻ്റെ സജഷൻ എടുത്തു. പിന്നെ ദുബായിൽ ഡോക്ടറുടെ സജഷൻ എടുത്തു. അങ്ങനെ എല്ലാവരുടെയും സജഷൻസ് എടുത്തിട്ട് നമ്മളെല്ലാം കൂടി കമ്പൈൻ ആക്കിയിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, കീമോ, മെയിൻ്റനൻസ് കീമോ ആണ്, ലൈഫ് ലോങ് എടുക്കണം. അപ്പം അതിൽ ചിലത് വർക്കിംഗ് അല്ലാണ്ടായി മാറിയിട്ട് നമ്മൾ ബോഡി അതിനോട് പ്രതികരിക്കാണ്ടായി എന്ന് ഒരു സിംറ്റം വരുമ്പോൾ നമ്മളത് മാറ്റണം. അങ്ങനെയാണ്, അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്കാനിൽ അത് പ്രതികരിക്കാണ്ടായി വരുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്നപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, എന്ത് ടെൻഷനുണ്ട്, എന്തൊക്കെ വെച്ചാലും നമ്മളിതിങ്ങനെ ആലോചിച്ച് നിൽക്കാൻ പാടില്ല. നമ്മൾ അതെന്താണോ നമുക്ക് എങ്ങനെയാണോ മാറ്റാൻ പറ്റുക അത് മാറ്റുക. പിന്നെ നമ്മളെപ്പോഴും ഒരു ആളെ കാണാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഉള്ളത് അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്കാരെ കാണാൻ പോകുമ്പോൾ അവരോട് ഇങ്ങനെ അതിനെപ്പറ്റി ചോദിക്കരുത്. അത് പിന്നെ അങ്ങനെ കാണാൻ പോവാതിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കാണാൻ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കേസാട്ടോ, സത്യം പറയാലോ. ഓക്കെ, എനിക്ക് ഇവിടെ ഇക്കാനെ കാണാൻ വരുന്നതേ എനിക്കിഷ്ടമല്ല. അത് ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറയണം, ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരരുത്, അതിനെപ്പറ്റി ചോദിക്കുകയോ ചെയ്യരുത്, നമ്മൾ ആസ് യൂഷ്വൽ എങ്ങനെയാണോ അതേപോലെ പോവുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്കത് വിഷമമാണ്, കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര വിഷമമാണത്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വന്ന് വീണ്ടും ഡോക്ടറുടെ അടുത്ത് വന്നു. പിന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് നമ്മൾ 1-2 തവണ വന്നിട്ടുള്ളൂ, പക്ഷേ സിസ്റ്റേഴ്സിനൊക്കെ നല്ല പരിചയമാണ്. പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പം ചെറിയൊരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറുടെ സംസാരം കേട്ടപ്പം കുറേയൊക്കെ ഒരു ആശ്വാസം വന്നു. ഡോക്ടർ പറഞ്ഞു അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, നോ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പം ഒരു
ഒരു ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിനി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാണ്ട് ഡോക്ടറും പറഞ്ഞതാണ് എല്ലാ ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് നമുക്ക് ഏതാ ബെസ്റ്റ് നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൂയി റൂയി വായിച്ച മുഖ്യമന്ത്രി ധാരണ വീട്ടിലേക്ക് പോണത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആരാ? അവരെ വീട് കാണിച്ചിട്ടേ കാണിച്ചിട്ടേ ചീഫ് മിനിസ്റ്റർ കേരള എവിടെ നോക്ക് അതാ അങ്ങനെ നിങ്ങളെ ഡോക്ടറെ മുഖ്യമന്ത്രിയുടെ വീട് ഇതാണ് കേട്ടോ റൂയി ഇതാ ദേവരാഗം. ഇതാണ് റൂയിൻ്റെ VDM സതീശൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള വീട് കേട്ടോ. കണ്ടില്ലേ? ചായക്ക് വെള്ളം വെക്കണ്ടെന്ന് പറഞ്ഞാൽ നേരില്ല. ഇവിടെ നോക്കി ഇവിടെ നോക്കി ഇനി പോരും. ഇത് അഡ്വക്കേറ്റ് VD സതീശൻ പിന്നെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ആണല്ലേ. അപ്പൊ ഇവിടെ ചീഫ് മിനിസ്റ്റർ അവിടെ ഉണ്ടല്ലേ. ചീഫ് മിനിസ്റ്റർ കാണാൻ ഇവിടെ ഇല്ലല്ലോ. ഓക്കെ ഇല്ല പോയി കാണണ റൂയി പറഞ്ഞ അവിടെ ഒരു മേനോൻ ഉണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായത്. എന്നാ പലചരക്ക് സാധനങ്ങൾ കൂടെ വാങ്ങിച്ചോളൂ. പോപ്കോൺ വാങ്ങിക്കാം. ഇവർക്ക് ചോക്കോസ് വാങ്ങിക്കാം. എന്റെ പാൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ വേണ്ടി ജ്യൂസ് ഉണ്ട് കേട്ടോ. പാൽപ്പൊടി. പിന്നെ നമ്മുടെ കൂടെ ഇക്കാൻ്റെ അമ്മായിൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു എറണാകുളത്തേക്ക്. പിന്നെ നമ്മൾ വരുന്ന വഴി ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചായയൊക്കെ കുടിച്ച് പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് കയറി ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ ചീഫ് മിനിസ്റ്ററുടെ വീട്. VDM സതീശൻ. റൂഹി എപ്പോഴും ഇങ്ങനെ പറയുന്നത്, റൂഹി ഇപ്പം സ്കൂളിൽ പോയതിന് ശേഷം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞ ആ ഒരാളുടെ വീട് ഇങ്ങനെ അവൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ പോകുന്ന വഴി കണ്ടതാണ് ആ ഒരു ബോർഡ്. അപ്പോൾ പിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. മീൻസ് ആ റോട്ടിലോട്ട് കയറിയതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ വ്യൂവേഴ്സിൽ. പലരും എന്നോട് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു ടെൻഷനുണ്ട്, ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് ആലോചിച്ച് നിൽക്കരുത്. നമ്മൾ മുന്നോട്ട് പോവുക, അതെങ്ങനെ സോൾവ് ആക്കാമെന്ന് നോക്കാം. മറ്റുള്ളവർ പലതും പറയും, നമ്മളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് സങ്കടപ്പെടുത്താനൊക്കെ നോക്കും. അതൊന്നും മൈൻഡാക്കരുത്. നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. അത് ആലോചിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുക. എന്തായാലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിന് കൂടെ സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടെങ്കിൽ സങ്കടം ഉണ്ടാവും. അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യലാണ് നമ്മുടെ ഉത്തരവാദിത്തം. അല്ലാണ്ട് അതിങ്ങനെ എന്താ പറയുക, ഓരോന്നും സന്തോഷമാണെങ്കിൽ സന്തോഷം മാത്രം ആലോചിച്ച് നിൽക്കരുത്. ഉടൻ തന്നെ ഒരു സങ്കടം വരുന്നുള്ളത് ഉറപ്പിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. തൊട്ട് മുമ്പത്തെ ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം അതാ ഈ ഒരു മൊമെൻറ്റും. എന്നാലും അൽഹംദുലില്ലാ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇൻഷാ അല്ലാ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും, നമ്മളത് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ബൈ.